സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ മിസോറാം എത്താറായിട്ടോ. മിസോറാം എത്തണമെങ്കിൽ തൊട്ട് മുമ്പുള്ള സ്ഥലമാണ് ഇത് കേട്ടോ. മിസോറാം ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്ത് തന്നെയാണ് ഇത്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഇവിടെ ഫുൾ ആർമിയുടെ സ്ഥലങ്ങളാണ്. എവിടെ നോക്കിയാലും നമുക്ക് ആർമിയുടെ ചെക്ക് പോസ്റ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ 1-2 സ്ഥലത്ത് നിർത്തിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെയല്ല കുറച്ചും കൂടി മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ഉള്ളിലായിട്ടാണ് കേട്ടോ നമുക്കിത് കാണാൻ പറ്റുക. ഈ കാണുന്നതാണ് കേട്ടോ ചെക്ക് പോസ്റ്റ്. വൈറങ്തേ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ വൈറങ്തേയിൽ വന്നിട്ട് നമ്മൾ ILP എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ILP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ലൈൻ പെർമിറ്റ് എന്നാണ്. ഇത് നമ്മൾ എടുത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കയറി പോണവരുണ്ട്, പക്ഷെ കയറി പോണവർ അന്ന് തന്നെ ചിലപ്പോൾ ഇറങ്ങി വരുന്നവരായി. നമ്മളൊരു ടൂറിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ ILP. കാരണം ഇത് എല്ലാ സ്ഥലത്തും ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഇനി അഥവാ നമ്മുടെ കയ്യിൽ ILP ഇല്ല എന്നുണ്ടെങ്കിൽ 5000 രൂപയായിരിക്കും കേട്ടോ ഇതിൻ്റെ ഫൈൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം കാണുന്ന ചെക്ക് പോസ്റ്റിലേക്ക് കയറി ചെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഓഫീസർമാർ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പുറത്തേക്ക് പോകണം, ഇവിടെയല്ല എടുക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നു. ഇവിടുത്തെ ആൾക്കാർ അത്ര ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ. ഇപ്പോൾ ഇത് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഒരു കയ്യിൻ്റെ ഗ്ലൗസ് താഴെ ചാടി കിടക്കുന്നുണ്ട്, അതെനിക്ക് കാണിച്ചു തരാണ് ഇവർ. ഇപ്പോൾ വഴിയെ പോയ ആൾക്കാർ. ഇവിടെ മിസോറാമിനകത്ത് കുറേ ആസാം ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് വണ്ടികൾ കാണാൻ പറ്റുന്ന ആസാമിൻ്റെയാണ് ഈ വഴി കൂടെ. എന്നാൽ ആസാമിലെ ആൾക്കാരൊന്നും ഇവിടെ ILP എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മിക്കവാറും ഇവർ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ വഴി ILP എടുത്തിട്ടായിരിക്കും പോവുക. ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്തില്ല, ഞാൻ ഡയറക്റ്റ് വന്ന് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ചെക്ക് പോസ്റ്റിൽ വന്നിട്ട് ചോദിക്കുന്നത്. അങ്ങനെ ഇവർ എൻ്റെ അടുത്ത് അപ്പുറത്തേക്ക് പോയാൽ അവിടെ ചെയ്തു തരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി നടന്നു വരികയാണ് കേട്ടോ. ഈ ഒരു ചെക്ക് പോസ്റ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും വഴിയിൽ കൂടെ മിസോറാമിലേക്ക് കയറാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ അപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെ ഞാൻ ആദ്യം ചെന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. സത്യം പറഞ്ഞാൽ അതിനകത്ത് കടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ അവിടുത്തെ ഓഫീസർ. അപ്പം ഞാൻ ആരെയും കാണാണ്ടായപ്പോൾ ഞാൻ നേരെ തിരിച്ച് ഇപ്പുറത്തേക്ക് തന്നെ വന്നു. ഞാൻ ഇപ്പുറത്ത് വന്നപ്പോൾ ഇവിടെയുള്ളവർ പറഞ്ഞു നീ ഒന്നുകൂടെ പോയി വിളിച്ചു നോക്കുക, അവർ എനിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോകുന്ന പോലീസുകാരി എൻ്റെ വണ്ടി നോക്കാണ്ടോ, ഏതാ രജിസ്ട്രേഷൻ എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഇവർ വേറെ ഒന്നും നമ്മുടെ അടുത്ത് പറയുന്നില്ല കേട്ടോ. അതായത് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡും ഒരു ഫോട്ടോയുമാണ് അവിടെ കൊടുക്കേണ്ടി വരിക. പിന്നെ 7 ദിവസത്തേക്കാണ് നമുക്ക് ILP തരിക. 7 ദിവസത്തേക്ക് ILP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 370 രൂപ നമ്മളിവിടെ കൊടുക്കണം. 370 രൂപ ഉണ്ടെങ്കിൽ 7 ദിവസം നമുക്ക് മിസോറാമിൽ കയറാം. ഇതിപ്പോൾ വേറൊരു രാജ്യത്ത് പോണ പോലെ ആയിട്ടോ, വേറൊരു സംസ്ഥാനത്ത് വരുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 7 ദിവസം കഴിഞ്ഞാൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണം. അതിന് വലിയ പൈസ ആവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള പൈസകളെല്ലാം ഇപ്പോൾ മൊത്തം തീർന്നിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം.